എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഫയൽ സിസ്റ്റം. നമുക്കറിയാം, ഫയൽ എന്ന് പറഞ്ഞാൽ കോറിലേറ്റഡ് ഇൻഫർമേഷൻസിന്റെ കളക്ഷനാണ്. ടെക്സ്റ്റ്, PDF, ഡോക്യുമെന്റ് തുടങ്ങിയ ഫോർമാറ്റിലാണ് ഫയൽ റെക്കോർഡ് ചെയ്യുന്നത്. എ ഫയൽ സിസ്റ്റം ഈസ് എ മെത്തേഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസസ് ടു സ്റ്റോർ, ഓർഗനൈസ് and manage files and directories on a storage device. നമുക്കറിയാം, സ്റ്റോറേജ് ഡിവൈസ് ആണ് എന്തൊക്കെയാണ്? ഹാർഡ് ഡിസ്ക് ഉണ്ട്, CD ഉണ്ട്, DVD ഉണ്ട്, പെൻഡ്രൈവ് ഉണ്ട്, മാഗ്നറ്റിക് ടേപ്പ് അല്ലേ. അതുപോലത്തെ ഒരു സ്റ്റോറേജ് ഡിവൈസിൽ ഫയൽസും ഡയറക്ടറീസും സ്റ്റോർ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ത്? ഫയൽ സിസ്റ്റം. അപ്പോൾ കുറച്ച് കോമൺ ഫയൽ സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണെന്ത്? ഫാറ്റിലെ, അതായത് ഫയൽ അലോക്കേഷൻ ടേബിൾ. വിൻഡോസിൻ്റെ ഒക്കെ ഓൾഡർ വെർഷനിൽ യൂസ് ചെയ്തിരുന്ന ഒരു ഓൾഡർ ഫയൽ സിസ്റ്റം ആണെന്ത്? ഫാറ്റ്. നെക്സ്റ്റ് ആണെന്ത്? NTFS അല്ലേ, ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം. വിൻഡോസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മോഡേൺ ഫയൽ സിസ്റ്റം ആണെന്ത്? NTFS. ഫയൽ ആൻഡ് ഫോൾഡർ പെർമിഷൻ, കംപ്രഷൻ, എൻക്രിപ്ഷൻ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഫയൽ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? EXT അല്ലേ, എക്സ്റ്റെൻഡഡ് ഫയൽ സിസ്റ്റം. ലിനക്സ് ആൻഡ് യുണിക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫയൽ സിസ്റ്റം ആണെന്ത്? EXT. നെക്സ്റ്റ് HFS അല്ലേ, ഹൈറാർക്കിക്കൽ ഫയൽ സിസ്റ്റം. മാക് OS യൂസ് ചെയ്യുന്ന ഒരു ഫയൽ സിസ്റ്റം ആണെന്ത്? HFS. നെക്സ്റ്റ് APFS അല്ലേ, ആപ്പിൾ ഫയൽ സിസ്റ്റം. മാക് ആൻഡ് iOS ഡിവൈസിന് വേണ്ടി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ന്യൂ ഫയൽ സിസ്റ്റം ആണെന്ത്? APFS അല്ലേ, ആപ്പിൾ ഫയൽ സിസ്റ്റം. ഒരു ഫയലിന്റെ നെയിമിനെ രണ്ട് പാർട്ടായാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നെന്താണ്? നെയിമാണ്. രണ്ടാമത്തെ എന്താണ്? എക്സ്റ്റൻഷനും അല്ലേ. ദെൻ ഒരു പീരീഡ് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഈ പാർട്സിനൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ഫയലിന്റെ കുറച്ച് ആട്രിബ്യൂട്ട്സ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? നെയിം അല്ലേ. അതായത് ഫയലിന്റെ സിംബോളിക് നെയിം ഡിനോട്ട് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണെന്ത്? നെയിം ആട്രിബ്യൂട്ട് അല്ലേ. ഫയലിന്റെ സിംബോളിക് നെയിം ഡിനോട്ട് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണെന്ത്? നെയിം ആട്രിബ്യൂട്ട്. അപ്പൊ മനുഷ്യർക്ക് ഈസി ആയിട്ട് വായിക്കാൻ കഴിയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണെന്ത്? ഫയൽ നെയിം. ദെൻ ഐഡന്റിഫയർ. സിസ്റ്റത്തിന്റെ ഫയൽ നെയിം ഡിനോട്ട് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണെന്ത്? ഐഡന്റിഫയർ. ഫയൽ സിസ്റ്റത്തിലെ ഒരു ഫയലിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു നമ്പറാണ് ശരിക്കും എന്ത്? ഐഡന്റിഫയർ. നെക്സ്റ്റ് എന്താണ്? ടൈപ്പ് അല്ലേ. ഫയലിന്റെ ടൈപ്പ് ഡിനോട്ട് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണെന്ത്? ടൈപ്പ് ആട്രിബ്യൂട്ട്. അതായത് റെഗുലർ ഫയലാണോ, ഡയറക്ടറി ഫയലാണോ, അല്ലെങ്കിൽ സ്പെഷ്യൽ ഫയലാണോ എന്ന് ഡിനോട്ട് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണെന്ത്? ടൈപ്പ് ആട്രിബ്യൂട്ട്. നെക്സ്റ്റ് എന്താണ്? ലൊക്കേഷൻ. ഡിവൈസിൽ ഒരു പർട്ടിക്കുലർ ഫയൽ സ്റ്റോർ ചെയ്ത ലൊക്കേഷനെ പോയിന്റ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണെന്ത്? ലൊക്കേഷൻ അല്ലേ. ഡിവൈസിലൊക്കെ ഒരു പർട്ടിക്കുലർ ഫയൽ സ്റ്റോർ ചെയ്ത ലൊക്കേഷനെ പോയിന്റ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണെന്ത്? ലൊക്കേഷൻ. ദെൻ സൈസ് അല്ലേ. ബൈറ്റ്സിലോ വേർഡിലോ ബ്ലോക്കിലോ ഒക്കെ ഫയലിന്റെ സൈസ് ഡിഫൈൻ ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണെന്ത്? സൈസ് ആട്രിബ്യൂട്ട്. ഇനി ഫയലിൽ പെർഫോം ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ക്രിയേറ്റിംഗ് എ ഫയൽ. ഫയൽ സിസ്റ്റത്തിൽ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണെന്ത്? പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഒരു പുതിയ ഫയലിന്റെ എൻട്രിയിൽ നെയിം, ലൊക്കേഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അടുത്തത് റീഡിംഗ് എ ഫയൽ. ഫയലിന്റെ നെയിമും ലൊക്കേഷനും സ്പെസിഫൈ ചെയ്തിട്ടാണ് സിസ്റ്റം ഫയലിൽ നിന്ന് റീഡ് ചെയ്യുന്നത്. ദെൻ റൈറ്റിംഗ് എ ഫയൽ. ഫയലിന്റെ നെയിമും കണ്ടന്റും സ്പെസിഫൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? സിസ്റ്റം ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നത്. ദെൻ ഡിലീറ്റിംഗ് എ ഫയൽ. ഡയറക്ടറിയിൽ ഫയൽ ഉണ്ടെങ്കിലാണ് ഡിലീഷൻ പെർഫോം ചെയ്യുക. എല്ലാ സ്പേസും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് മറ്റ് ഫയൽസിന് ആ സ്പേസ് ഒക്കെ റീയൂസ് ചെയ്യാൻ കഴിയും. ദെൻ റീപൊസിഷനിങ് ഫയൽ. റീപൊസിഷനിങ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? ഫയൽ സീക്ക് അല്ലേ. ഒരു അപ്രോപ്രിയേറ്റ് എൻട്രിയിലേക്ക് കറണ്ട് ഫയൽ വാല്യൂ സെറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഫയൽ റീപൊസിഷൻ ചെയ്യുന്നത്. ദെൻ ട്രങ്കേറ്റിംഗ് എ ഫയൽ.
എല്ലാ ആട്രിബ്യൂട്ട്സും ഡിസ്ട്രോയ് ചെയ്യാതെ ഫയലിൽ നിന്ന് ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണെന്ത് ട്രങ്കേറ്റിംഗ് അല്ലേ. എല്ലാ ആട്രിബ്യൂട്ട്സും ഡിസ്ട്രോയ് ചെയ്യാതെ ഫയലിൽ നിന്ന് ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണെന്ത് ട്രങ്കേറ്റിംഗ്. ഇവിടെ ഫയൽ ലെങ്ത് മാത്രമാണെന്ത് 0ലേക്ക് റീസെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫയൽ സിസ്റ്റം സ്ട്രക്ചർ അല്ലേ. അപ്പോൾ ഫയൽ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് ഒരുപാട് ലേയേഴ്സ് കാണാം അല്ലേ. ഏതൊക്കെയാണ്? ആപ്ലിക്കേഷൻ, പ്രോഗ്രാം മുതൽ ഡിവൈസസ് വരെ. ദെൻ ലോജിക്കൽ ഫയൽ സിസ്റ്റം അല്ലേ. ഇറ്റ് മാനേജസ് മെറ്റാഡാറ്റ ഇൻഫർമേഷൻ എബൌട്ട് എ ഫയൽ അല്ലേ. ഒരു ഫയലിന്റെ മെറ്റാഡാറ്റ ഇൻഫർമേഷൻ ആണെന്ത് ഇത് മാനേജ് ചെയ്യുന്നത്. അതായത് ഫയലിന്റെ ആക്ച്വൽ കണ്ടന്റ് ഒഴികെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഉണ്ടായിരിക്കും. അടുത്താണത് ഫയൽ ഓർഗനൈസേഷൻ മൊഡ്യൂൾ. ഇറ്റ് ഹാസ് ഇൻഫർമേഷൻ അബൌട്ട് ഫയൽസ്, ലൊക്കേഷൻ ഓഫ് ഫയൽസ് ആൻഡ് ദെയർ ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ ബ്ലോക്ക്. ഫയലിന്റെ ലൊക്കേഷൻ, ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ ബ്ലോക്ക് തുടങ്ങിയ ഇൻഫർമേഷൻസ് ആണ് ഇതിൽ ഉണ്ടായിരിക്കുക. അടുത്താണത് ബേസിക് ഫയൽ സിസ്റ്റം അല്ലേ. മെമ്മറി ബഫറും ക്യാഷും ഒക്കെ മാനേജ് ചെയ്യുന്നത് ഈ ഒരു ബേസിക് ഫയൽ സിസ്റ്റം ആണ്. ഡിവൈസ് ഡ്രൈവറിന് ജനറൽ കമാൻഡ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതും ബേസിക് ഫയൽ സിസ്റ്റം ആണ്. അപ്പം ഡിസ്കിലെ ഫിസിക്കൽ ബ്ലോക്സ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ജനറൽ കമാൻഡ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ ലെവൽ അല്ലേ. ഡിവൈസും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആയാണ് ഡിവൈസ് ഡ്രൈവർ ആക്ട് ചെയ്യുന്നത്. ബ്ലോക്ക് നമ്പറിനെ ഇൻപുട്ട് ആയിട്ട് സ്വീകരിച്ച് ലോ ലെവൽ ഹാർഡ്വെയർ സ്പെസിഫിക് ഇൻസ്ട്രക്ഷനാണ് ഔട്ട്പുട്ട് കൺട്രോൾ ലെവൽ ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത് അല്ലേ. അപ്പം ബ്ലോക്ക് നമ്പറിനെ ഇൻപുട്ടായി സ്വീകരിക്കും. ദെൻ ലോ ലെവൽ ഹാർഡ്വെയർ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ആയിട്ട് തരും.